സോ നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള മറ്റു ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. സോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതല്ല നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിലും അത് ട്രൈ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which novel by Aravind Adiga won the 2018 Booker Prize? 2008 ബുക്കർ പ്രൈസ് ലഭിച്ച അരവിന്ദ് അഡിഗയുടെ വർക്ക് ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻസ് എന്തൊക്കെയാ? ലാസ്റ്റ് മാൻ ഇൻ ദ ടവർ, ദ വൈറ്റ് ടൈഗർ, ബിറ്റ്വീൻ ദ അസാസിനേഷൻസ്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഇതിൽ ഏത് വർക്കാണ് അരവിന്ദ് അഡിഗയുടെ ബുക്കർ പ്രൈസ് ലഭിച്ച വർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയൂ. യെസ്, പറയൂ പറയൂ. സ്ലൈഡ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും റെസ്പോൺസ് പറയൂ. സ്ലൈഡ് ക്ലിയർ അല്ലേ? ഓക്കെ, എ ആണോ വിനേക? എ എന്താണെന്നറിയോ? ലാസ്റ്റ് മാൻ ഇൻ ടവർ, അതാണ് എ ഓപ്ഷൻ കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ദ വൈറ്റ് ടൈഗർ, തേർഡ് വൺ ബിറ്റ്വീൻ ദ അസാസിനേഷൻസ് ആൻഡ് ഫോർത്ത് വൺ അതായത് ഡി ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഇതിൽ ഏത് വർക്കാണ്? ലാസ്റ്റ് മാൻ ഇൻ ടവർ ആണോ? നിങ്ങൾ റിവൈസ് ചെയ്യുന്നില്ല? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വൈറ്റ് ടൈഗർ ആണ് അരവിന്ദ് അഡിഗയുടെ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക്. ഓക്കെ, ഇനി മാറിപ്പോരുത്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അരവിന്ദ് അഡിഗയുടെ അല്ല. ആരുതാണ്? ആരെ വർക്കാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്? എനിവൺ? നിങ്ങൾ കമന്റ് ചെയ്താലും മതി, അതല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ചാലും മതി. അറിയില്ല. അരുന്ധതി റോയുടെ വർക്ക് അല്ലേ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്? ഓക്കെ, സോ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക് വൈറ്റ് ടൈഗർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓതറും വർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. Then second one, which fictional town is created by Khushwant Singh in his novel Train to Pakistan? Train to Pakistanil Khushwant Singh ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ ടൗൺ ഉണ്ട്. അതിന് എന്ത് പേരാണ് ആ ഒരു പെർട്ടിക്കുലർ വോക്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാഹോർ, മനോമജ്ര, ഡൽഹി, അമൃത്സർ. ഏതാണ്? നമ്മുടെ മാൽഗുഡിയൊക്കെ നോക്കിയ സമയത്ത് ഈ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്ലേസ് ശ്രദ്ധിക്കണം, ഒരു ഫിക്ഷണൽ ടൗൺ എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത്. ആൻഡ് ഈ വർക്കും വളരെ പോപ്പുലർ ആണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഫാക്റ്റ് ആണിത്. ഏതാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ. അതിന്റെ സെറ്റിംഗ് എവിടെയാണ്? ലാഹോർ ആണോ, ഡൽഹി ആണോ, അമൃത്സർ ആണോ, മനോമജ്ര ആണോ? പ്രൈമറി സെറ്റിംഗ് പറയൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ശരിയാണ്, മനോമജ്രയാണ് കറക്റ്റ്. മാറിപ്പോരുത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഇനി ഇത് റിവൈസ് ചെയ്യാനും പഠിക്കാനും ഒന്നും നിങ്ങൾ വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരരുത്. ഇപ്പൊ തന്നെ അത് ബൈഹാർട്ട് ചെയ്ത് പോവാ. മനോമജ്രയാണ് അവിടെയുള്ള ആ ഒരു സെറ്റിംഗ്, പ്രൈമറി സെറ്റിംഗ് എന്നുള്ളത്. ട്രെയിൻ ടു പാകിസ്ഥാനിലാണ് ആ ഒരു സെറ്റിംഗ് ഉള്ളതെന്നും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, തേർഡ് വൺ, what is the title of Jerry Pinto's first novel published in 2012? ഓക്കെ, ഫസ്റ്റ് നോവൽ ഏതാണെന്നാണ് ചോദ്യം. ഇനി when it comes to the ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് നോവൽ എന്നുള്ളത് ഒരു എക്സ്ട്രാ ആഡിങ് ആയിട്ട് തന്നതാണ് എന്നുള്ളത് മനസ്സിലാവും. ബിക്കോസ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് നോവൽ ഏതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഒരൊറ്റ വർക്ക് മാത്രമേ ജെറി പിന്റോയുടെ ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളൂ, 4 എണ്ണത്തിൽ അല്ലെ. ചിലപ്പം അദ്ദേഹത്തിന്റെ തന്നെ 4 വർക്ക്സ് തന്നിട്ട് അതിലെ ഏതാണ് ഫസ്റ്റ് വർക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് വളരെ ഈസിയാണ്. ബിക്കോസ് ഒറ്റ വർക്ക് മാത്രമേ ജെറി പിന്റോയുടെ തന്നിട്ടുള്ളൂ.
സോ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻസ് എന്താണ്? വൈറ്റ് ടൈഗർ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ആരതാണെന്നുള്ളത്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അതും നമ്മളിപ്പോ പറഞ്ഞു. മറ്റൊന്ന് തേർഡ് വൺ മിമിക് മെൻ, ആൻഡ് ലാസ്റ്റ് എം ആൻഡ് ദ ബിഗ് ഹൂം. ഇതിൽ ഏതാണ് ജെറി പിന്റോയുടെ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർക്ക്? ഏതാണ്? വൈറ്റ് ടൈഗറും അല്ല, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സും അല്ല. വൈറ്റ് ടൈഗർ അരവിന്ദ് അടികയുടെ ആണ്, അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അരുന്ധതി റോയുടെ ആണ്. മിമിക് മെൻ ഓർ എം ആൻഡ് ദ ബിഗ് ഹൂം ഏതാണ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സി ആണോ വിനേക്ക? സി ഏതാണ്? മിമിക് മെൻ ആണ് സി. മിമിക് മെൻ അല്ല. റൈറ്റ് ആൻസർ എം ആൻഡ് ദ ബിഗ് ഹൂം ആണ് കേട്ടോ. എം ആൻഡ് ദ ബിഗ് ഹൂം ആണ് ജെറി പിന്റോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വോക്കാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലും കൂടെ ആണ് ഈ ഒരു പെർട്ടിക്കുലർ വോക്ക്. സോ മാറിപ്പോരുത്. മിമിക് മെൻ ആരതാ? അറിയോ? നെയ്പോൾ ആണ് അല്ലെ. വി എസ് നെയ്പോളിന്റെ വർക്കാണ് മിമിക് മെൻ എന്നുള്ളത്. ഈ വർക്ക്സും ഇതിലെ ക്യാരക്ടേഴ്സും ആരാണ് ഇതിന്റെ ഓതർ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഇനി മാറിപ്പോരുത്. എം ആൻഡ് ബിഗ് ഹൂം എന്നുള്ളത് ജെറി പിന്റോയുടെ വോക്കാണ്. അത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വോക്കാണ് എന്നുള്ള രീതിയിലും കൂടെ ഓർത്തിരിക്കാം. ആൻഡ് ഓക്കെ, വാട്ട് ഇവന്റ് is the novel The Ministry of Utmost Happiness based on? ഓക്കെ, അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന നോവൽ ഏത് പെർട്ടിക്കുലർ ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തന്നിരിക്കുന്നത്? അപ്പം ആ ഒരു പെർട്ടിക്കുലർ നോവലിൽ നമുക്ക് ഒരുപാട് സോഷ്യലി പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ ബേസ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ചൂസബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സോ ഏതൊക്കെയാണ് അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. 2008 മുംബൈ അറ്റാക്ക്, 2002 ഗോദ്ര ട്രെയിൻ ബേണിംഗ് ആൻഡ് കാശ്മീർ ഇൻസർജൻസി, 1947 partition of India, and last one നർമ്മദ വാലി ഫ്ലഡ്. ഇതിൽ ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്? ഏതാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സിലുള്ള കാര്യങ്ങളാണ്. പറയൂ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നിങ്ങൾ ഓർത്തിരിക്കുക 2002 ഗോദ്ര ട്രെയിൻ ബേണിങ്ങും കാശ്മീർ ഇൻസർജൻസിയും ആണ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസിന്റെ ഒരു ബേസ് ആയിട്ട്, അതിനും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തായിട്ട് നമുക്ക് അതിനെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലാണ് എപ്പോഴും നിങ്ങൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. പല ക്വസ്റ്റ്യൻസും തന്നിരിക്കുന്നതിൽ ഏറ്റവും ഒരു ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മേ ബി നിങ്ങൾക്ക് അത് ആപ്റ്റ് ആണെന്ന് തോന്നാം. കുറച്ചും കൂടെ സബ്ജക്റ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് കാണുമ്പോഴേക്കും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാവും. പക്ഷെ കുറച്ചും കൂടെ അനലിറ്റിക്കൽ ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എല്ലാ ഓപ്ഷൻസും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ സെക്കൻഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനേക്കാൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉത്തരം വേണമെങ്കിൽ ഇതിന് കണ്ടെത്താം. ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരമൊന്നുമല്ല. കാരണം ഒരു ബുക്കിന്റെ പ്രത്യേകിച്ച് ഈ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ ബേസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ വായിക്കുന്നത് തന്നെ കാശ്മീർ ഇൻസർജൻസി, ഗോദ്ര ട്രെയിൻ ആക്സിഡന്റ് അതാണെന്നുണ്ടെങ്കിൽ അപ്പോ നിങ്ങൾ അത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ അറിയാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും അതിന്റെ കൂടെ പോകരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ച് അതിൽ ഏറ്റവും ബെറ്റർ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതും പലപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ രീതികളിൽ ഒന്നായിട്ട് കാണാറുള്ളതാണ്. അപ്പം ആ രീതിയിലും കൂടെ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമുക്ക് കുറച്ച് വളരെ ഒബ്ജക്റ്റീവ് രീതിയിലല്ലാത്ത രീതിയിൽ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് നോവൽ ബൈ അരുന്ധതി റോയ് വോൺ ദ ബുക്കർ പ്രൈസ്? ഇതെല്ലാവരും പറയും. യെസ്, പറയൂ. ഓക്കെ, ഓ ഓപ്ഷൻസ് വായിച്ചില്ല അല്ലെ. ദ അൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വൺ. ബി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, സി ദ ഷേപ്പ് ഓഫ് ദ ബീസ്റ്റ്, ആൻഡ് ഡി ദ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ഓക്കെ,
അരുന്ധതി റോയുടെ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക് ഏതാണെന്നുള്ളത്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും അറിയാം, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് റൈറ്റ് ആൻസർ. The next one, who wrote the first novel in English by an Indian? രാജ്മോഹൻസ് വൈഫ് in 1864. ഇതും വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇന്നലെയും പറഞ്ഞു പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്ഷൻസ്? ഫസ്റ്റ് വൺ ടോറു ദത്ത്, ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി, സി രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഡി ആർ കെ നാരായൺ. ആരാണ് രാജ്മോഹൻസ് വൈഫ്? യെസ് യെസ്, അറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, who is known as the first Indian poetess in English? ഈ ഒരു ടാഗില് അറിയപ്പെടുന്ന പോയറ്റസ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ടോറു ദത്ത്, ബി സരോജിനി നായിഡു, സി കമല ദാസ് ആൻഡ് ഡി മീരാഭായ്. ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റസ്? യെസ്, ജുസ്ന ബി ആണോ പറഞ്ഞേ? സരോജിനി നായിഡു ആണോ? ടോറു ദത്ത് അല്ലേ? യെസ്, കറക്റ്റ്. ടോറു ദത്ത് ആണ് ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ടോറു ദത്തിന്റെ വർക്ക്സ് ഒക്കെ നോക്കുക, ലോട്ടസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, എന്നാലും നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സെഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു മെത്തേഡ് വളരെ ബേസിക് ആയിട്ട് ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പ്രൈമറിലി നിങ്ങൾ ചെയ്യുക. അതിന്റെ അപ്പുറം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇവിടെ ഇപ്പം പറയാൻ പറ്റുന്നത്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്ററും അല്ലെങ്കിൽ വർക്ക്സും ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യണം, ഓഫ്കോഴ്സ് ചെയ്യണം. ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു സെഷനെ ഡീൽ ചെയ്യാൻ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, which novel by V.S. Naipaul focuses on Ralph Singh's disillusionment and identity issues? ഓക്കെ, ബേസിക്കലി ക്വസ്റ്റ്യൻ എന്താണ്? റാൽഫ് സിംഗ് V.S. നെയ്പോളിന്റെ ഈ തന്നിരിക്കുന്ന ഏത് നോവലിലെ ക്യാരക്ടർ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്യാരക്ടറെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഓപ്ഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ, എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്, ബി ദ മിസ്റ്റിക് മെഷർ, സി ദ മിമിക് മെൻ ആൻഡ് ഡി an area of darkness. ഇതിൽ ഏതിലെ ക്യാരക്ടർ ആണ് റാൽഫ് സിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, an area of darkness ആണോ വിനേക? ഏരിയ ഓഫ് ഡാർക്ക്നെസ് ആണോ മിമിക് മെൻ ആണോ? മിമിക് മെൻ ആണ് കേട്ടോ റാൽഫ് സിംഗ്, മാറിപ്പോരുത്. റാൽഫ് സിംഗ് എന്നുള്ളത് മിമിക് മെൻ എന്ന് പറയുന്ന V.S. നെയ്പോളിന്റെ വർക്കിലെ ക്യാരക്ടർ ആണ്. ഓക്കെ, ആൻഡ് ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ആൻഡ് ആക്ച്വലി ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് മിസ്റ്റർ ബിസ്വാസ് എന്നും മോഹൻ ബിസ്വാസ് എന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അത് ടൈപ്പിംഗ് എറർ ആണ്. മിസസ് ബിസ്വാസ് എന്നുള്ളതായിരുന്നു അവിടെ ഒരു ഓപ്ഷൻ വരേണ്ടിയിരുന്നത്. ഞാൻ വായിച്ചപ്പോഴും അത് മിസ്റ്റർ ബിസ്വാസ് എന്നാണ് തോന്നുന്നു വായിച്ചത്, ബട്ട് ആക്ച്വലി അത് മിസസ് ബിസ്വാസ് ആയിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് മോഹൻ ബിസ്വാസ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അത് മോഹൻ ബിസ്വാസ് മിസ്റ്റർ ബിസ്വാസ് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ്. പക്ഷെ മിസസ് ബിസ്വാസ് എന്ന് പറയുമ്പോൾ അവരല്ല മെയിൻ ആയിട്ടുള്ള പ്രോട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ട് വരുന്നതോ എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ മോഹൻ ബിസ്വാസ് എന്നുള്ള ആൻസർ റൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിലൊരു എസിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ വായിച്ചപ്പോഴും മിസ്റ്റർ എന്നാണ് തോന്നുന്നു വായിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? റാൽഫ് സിംഗ് എന്നുള്ളത് ഏതിലെ ക്യാരക്ടർ ആണ്? മിമിക് മെൻ എന്ന് പറയുന്ന വോക്കിലെ ക്യാരക്ടർ ആണ്. മിമിക് മെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു V.S. നെയ്പോളിന്റെ വോക്കാണ്. സോ മിമിക് മെൻ എന്നുള്ളത് ഓൾറെഡി ഒരു ഓപ്ഷനിൽ കൊടുത്തു. ഇവിടെ മിമിക് മെനിലെ ക്യാരക്ടറിനെ കൊടുത്തു. സോ V.S. നെയ്പോൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. സോ ഒബിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് V.S. നെയ്പോളിനെ കുറിച്ച് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർക്ക്സ് ഒക്കെ. ഓക്കെ, and next question, which of the following works by Mikhail Madhusudan Dutt glorifies King Porus as a hero of Indian history? Okay, King Porusനെ ഗ്ലോറിഫൈ ചെയ്ത് മധുസൂദൻ ദത്ത് എഴുതിയിട്ടുള്ള വർക്ക് പോം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: എ സെമിസ്ട്ര, then ബി മേഘ്നാഥ് ഭക്ത് കാവ്യ, സി കിങ് പോറസ് ആൻഡ് ഡി
തിലോത്തമ സംഭവ. ഏതാണ്? ഇത് വളരെ ഈസിയാണ്. എന്നാൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാമെന്നേ ഉള്ളൂ. കിങ് പോറസ് എന്നുള്ളൊരു വോക്ക് മധുസൂദൻ ദത്ത് എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ തന്നെ അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കിങ് പോറസിനെയാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മറന്നു പോകരുത്. ഇത് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട് കിങ് പോറസ് എന്ന് പറയുന്നത് ആരുടെ വോക്ക് ആണ് എന്നുള്ളത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഐഡന്റിഫൈ ചെയ്യാനായിട്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മധുസൂദൻ ദത്തിന്റെ ആണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ഒബ്വിയസ്ലി അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചർ ട്രഡീഷൻ, ഈ ഒരു കിങ് പോറസ് എന്ന് പറയുന്ന ആ ഒരു കിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വോക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following works by Dinabandhu Mitra exposes the harsh exploitation and oppression of farmers in Bengal under British colonial rule? ബംഗാളിലെ കർഷകരുടെ സപ്രഷൻ, അവരുടെ കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ അവരുടെ ഒരു മാർജിനലൈസ്ഡ് സിറ്റുവേഷനെ എന്താ പറയാ, അതിനെ കുറിച്ച് ദീനബന്ധു മിത്ര എഴുതിയിട്ടുള്ള വോക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വോക്കാണ്. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഈ ഒരു റൈറ്ററെ ഡീൽ ചെയ്യുന്ന സമയത്ത്. ഏതാണ് ആ വോക്ക്? ഓപ്ഷൻസ്: ബിഷ്ബ്രിക്ഷ, നീൽ ദർപ്പൻ, നബീൻ, രാജ്മോഹൻ സ്വൈ. ഇതിൽ ഏത് വോക്കാണ് ഫാമേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ദീനബന്ധു മിത്ര എഴുതിയിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. മറ്റുള്ളവര് ഓപ്ഷൻസ് കമന്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ അതോ കമന്റ് ചെയ്യാത്തതുകൊണ്ടാണോ? എന്താണ്? ഓക്കെ, ഫൈൻ. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങൾ ഇൻവോൾവ് ആവുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അത് തെറ്റിപ്പോയാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശരിയായിട്ടാണ് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് അത് മെമ്മറിയിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും വളരെ ബൈഹാർട്ടായിട്ട് പഠിച്ച് അത് തന്നെ ആവണം എന്നില്ല. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് പലപ്പോഴും തോന്നുന്നത് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടുപോയ കണ്ടുപോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. ഓക്കെ, ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അത് മാറ്റേഴ്സ് ചില സമയങ്ങളിൽ. ഓക്കെ, അപ്പൊ ഇവിടെ മറക്കരുത്, നീൽ ദർപ്പൻ എന്നുള്ളത് ദീനബന്ധു മിത്രയുടെ വോക്കാണെന്നുള്ളത് ഏറ്റവും ആദ്യം ഓർത്തിരിക്കുക. ആൻഡ് അത് ഫാമേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ടാണ് എന്നുള്ള ഒരു ഫാക്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നീൽ ദർപ്പൻ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര. ഓക്കെ, ഓക്കെ, ഇതല്ലേ നമ്മൾ പറഞ്ഞ? യെസ്, നീൽ ദർപ്പൻ. സോ നെക്സ്റ്റ് വൺ. What type of book? The Algebra of Infinite Justice. The Algebra of Infinite Justice by അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ഈ ബുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ബുക്കാണ്? ഫിക്ഷൻ, ഫസ്റ്റ് വൺ ഫിക്ഷൻ, ബി പൊളിറ്റിക്കൽ എസ്സേ, സി ഓട്ടോബയോഗ്രഫി ആൻഡ് ഡി പോയട്രി. ഇതിൽ ഏത് കാറ്റഗറിയിൽ നമുക്ക് ദ അൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഫിക്ഷൻ ആയിട്ടാണോ, ഒരു പൊളിറ്റിക്കൽ എസ്സേ ആയിട്ടാണോ, ഓട്ടോബയോഗ്രഫി ആയിട്ടാണോ, പോയട്രി ആയിട്ടാണോ? ഏതാണ്? യെസ്, വെരി ഗുഡ്. മാറിപ്പോരുത്, പൊളിറ്റിക്കൽ എസ്സേ ആണ് കേട്ടോ. ഫിക്ഷൻ പൊളിറ്റിക്കൽ എസ്സേ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരുമ്പോൾ പൊളിറ്റിക്കൽ എസ്സേ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പൊളിറ്റിക്കൽ എസ്സേ എന്നുള്ള രീതിയിൽ തന്നെയാണ്, സോറി ഫിക്ഷൻ എന്നല്ല, നോൺ ഫിക്ഷൻ പൊളിറ്റിക്കൽ എസ്സേ എന്ന് തന്നാൽ പോലും വളരെ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്? പൊളിറ്റിക്കൽ എസ്സേ എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും ഓപ്ഷൻസ് നോക്കിയിട്ട് അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ വളരെ ഡയറക്റ്റ് ആണ്, പൊളിറ്റിക്കൽ എസ്സേ ആണ്. ഓക്കെ, ദ അൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് അരുന്ധതി റോയുടെ ആണെന്നുള്ളത് ഫസ്റ്റ് ഓർത്തിരിക്കുക. ആൻഡ് അതൊരു പൊളിറ്റിക്കൽ എസ്സേ ഫോർമാറ്റിലുള്ള വർക്ക് ആണെന്നും കൂടെ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ബൈ ജുംബ ലാഹിരി വോൺ 2000 പുലിസ്റ്റർ പ്രൈസ് ഫോർ ഫിക്ഷൻ? ഏത് വർക്കാണ്? ജുംബ ലാഹിരിയുടെ 2020 പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക് ഏതാണെന്നുള്ളതാണ്.
The Namesake, Unaccustomed Earth, Interpreter of Maladies, The Lowland. അതിൽ ഏത് വോക്കാണ്? എ ആണോ എല്ലാവരും ചെയ്തേ? എ ഏതാ? നെയിംസേക്കോ? നെയിംസേക്കിനാണോ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചത്? അപർണ? നെയിംസേക്ക് അല്ല കേട്ടോ, ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് ആണ്. യെസ് വിനേക, കറക്റ്റ് ആണ്. സോ പുലിസ്റ്റർ പ്രൈസ് ജുംബ ലഹരിക്ക് 2000 ലഭിച്ചിട്ടുള്ളത് ഏതിനാണ്? ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസിനാണ്. മാറിപ്പോരുത്. ക്ലിയർ ആണല്ലോ? ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസിനാണ് പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്, ജുംബ ലഹരി. ഓക്കെ. Then next one, which of the following works by Mikhail Madhusudan Dutt is based on Greek mythology featuring characters such as Juno, Pallas and Venus? Okay. ഏത് വർക്ക് ആണെന്നുള്ളതാണ്. എ പത്മാവതി, ബി കിങ് പോറസ്, സി സെർമിഷ്ട്ര, ഡി തിലോത്തമ സംഭവ. ഇതിൽ ഏത് വർക്കിലാണ് ഈ രീതിയിൽ ഒരു ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രീക്ക് മിത്തോളജിയിലെ ഈ 3 ക്യാരക്ടേഴ്സിനെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലെ മധുസൂദൻ ദത്തിന്റെ പെർട്ടിക്കുലർ വർക്കിൽ അദ്ദേഹം സിംബലൈസ് ചെയ്തിട്ട് 3 ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ വർക്കിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം അത് ഏത് വർക്കാണെന്നുള്ളതാണ് ചോദ്യം. ഏത് വർക്കാണ്? ഡി ആണോ? തിലോത്തമ സംഭവമാണോ? തിലോത്തമ സംഭവം അല്ല, പത്മാവതിയാണ് കേട്ടോ ആൻസർ. മാറിപ്പോയത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്മാവതിയിലാണ് ഈ പറയുന്ന ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. പത്മാവതി എന്നുള്ളത് മധുസൂദൻ ദത്തിന്റെ വോക്കാണെന്നുള്ളതും അവിടെ ഈ ഒരു ഗ്രീക്ക് മിത്തോളജിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോരുത്. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലോ മാറരുത്. പത്മാവതി എന്നുള്ളത് മധുസൂദൻ ദത്തിന്റെ വോക്കാണ്. ബിക്കോസ് ഇങ്ങനത്തെ പേരുകൾ വരുന്ന സമയത്ത് ഓപ്ഷൻസ് തരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതിനോട് സാമ്യമുള്ള, ഇൻ കേസ് ഇപ്പം മധുസൂദൻ ദത്ത് എന്ന് പറയുന്ന പേരിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള പേരുകൾ തരുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ആരുടെ വോക്കാണ്. ദത്തിന്റെ വോക്കാണ് പത്മാവതി. അവിടെ ഒരു ഗ്രീക്ക് മിത്തോളജിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2-3-4 ക്വസ്റ്റ്യൻസ് ഞാൻ മധുസൂദൻ ദത്തിന്റെ വോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ് ആ ഏരിയാസ് ഒക്കെ പഠിക്കാൻ. എനിക്ക് തോന്നുന്നു കുറെ മുന്നത്തെ സെഷനിൽ 1-ാമത്തെയോ 2-ാമത്തെയോ സെഷനിലാണ് നമ്മൾ ഈ റൈറ്റേഴ്സിനെയൊക്കെ ഡീൽ ചെയ്തത്. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ റിവൈസ് ചെയ്യുക, അത് ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദിസ് ഇസ് അഗെയിൻ നെയ്പോളിനെ കുറിച്ചിട്ടാണ്. സോ ഹു ഇസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ മിസ്റ്റിക് മെഷർ? ഈ വർക്കിലെ പ്രൊട്ടഗണിസ്റ്റ് ആരാണെന്നുള്ളതാണ്. റാൽഫ് സിംഗ്, ഗണേഷ് രാമസ്വാമിയർ, ദെൻ മോഹൻ ബിസ്വാസ്, വി എസ് നെയ്പോൾ. ഓക്കെ, ആരാണ് മിസ്റ്റിക് മെഷറിലെ പ്രൊട്ടഗണിസ്റ്റ്? ആരാണ്? റാൽഫ് സിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിമിക്മെനിലെ ക്യാരക്ടർ ആണ് നമ്മൾ പറഞ്ഞു. മോഹൻ ബിസ്വാസ് അല്ല. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? മോഹൻ ബിസ്വാസ് അല്ല, നിങ്ങൾക്ക് അറിയാലോ, ഈ ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വാസിലാണ് മോഹൻ ബിസ്വാസ്. പിന്നെ വി എസ് നെയ്പോൾ ഇതിന്റെ ഓദർ ആണ്. അപ്പൊ ആരാണ് ക്യാരക്ടർ? ആരാ? യെസ്, വെരി ഗുഡ്, ഗണേഷ് ആണ് അല്ലെ? ഓർത്തിരിക്കുക, ഇത്ര ഈസി ആയിട്ട് ഓപ്ഷൻസ് വന്നോളണം എന്നില്ല. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടും നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ടും ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എങ്ങനെ ഓപ്ഷൻസ് വന്നാലും നിങ്ങൾക്ക് ഡയറക്ട്ലി അറിഞ്ഞിരിക്കണം, ഗണേഷ് രാമസ്വാമിയർ എന്നുള്ളതാണ് മിസ്റ്റിക് മെഷറിലെ ക്യാരക്ടർ. റാൽഫ് സിംഗ് എന്നുള്ളത് മിമിക്മെനിലെ ക്യാരക്ടർ ആണ്. ഈ 2 വർക്ക്സും വി എസ് നെയ്പോളിന്റെ ആണ്. ഓക്കെ. യെസ്. Next one, what is the primary theme of Train to Pakistan? Very simple. Answer പറയൂ. A, the freedom struggle of India. B, the partition of India in 1947. C, the rise of Indian National Congress. And D, the struggles of refugees in India. ഏതാണ്? യെസ്, എല്ലാവർക്കും അറിയാം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. 1947 ട്രെയിൻ ടു പാകിസ്ഥാനിലെ തീം എന്ന് പറയുന്നത്. ഈ വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്യാരക്ടേഴ്സും ആ ഒരു ഫിക്ഷണൽ ടൗണും ഒക്കെ ഓർത്തിരിക്കാം. The next one, who is the central character in the novel The Glass Palace by Amitav Ghosh? അമിതാവ് ഘോഷിന്റെ ഗ്ലാസ് പാലസിലെ
ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ത്രിദീപ്, ബി രാജ്കുമാർ റാഹ, സി അന്തർ, ഡി ആലു ഓർ നച്ചിക്കിറ്റ ബോസ്. ഇതിൽ ഏത് ക്യാരക്ടർ ആണ് ദ ഗ്ലാസ് പാലസിൽ വരുന്നത്? നാലും അമിതാഭ് ഘോഷിന്റെ ക്യാരക്ടേഴ്സ് ആണ്. നാല് ക്യാരക്ടേഴ്സും വരുന്ന വർക്ക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ചോദിച്ചത് ഗ്ലാസ് പാലസിലെ പ്രൊട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ആരാണെന്നുള്ളതാണ്. അതാദ്യം പറയൂ, ആരാണ്? എനിവൺ? ഓർക്കുന്നില്ല? ഓക്കെ ഫൈൻ. ത്രിദീപ് ഏത് വർക്കിലെ ക്യാരക്ടർ ആണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. ത്രിദീപ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഏതാണ്? ഓക്കെ, രാജ്കുമാർ റാഹ ഏതിലെ ക്യാരക്ടർ ആണ്? അതറിയാമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ പറയില്ലേ? ഓക്കെ, ആന്തർ ഏതിലെ ക്യാരക്ടർ ആണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു സയൻസ് രീതിയിലുള്ള സൈഫൈ ആയിട്ടൊക്കെ നമുക്ക് കണ്ടില്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരല്ലേ? കൽക്കട്ട ക്രോമസോം ഓർമ്മയുണ്ടോ? അതിലെ ക്യാരക്ടർ ആണ്. ആലു ഏതിലെ ക്യാരക്ടറാ? സർക്കിൾ ഓഫ് റീസൺസ് ഓർക്കുന്നുണ്ടോ? ഇനി ത്രിദീപ് ഷാഡോ ലൈൻസ് ഓർക്കുന്നുണ്ടോ? സോ രാജ്കുമാർ റാഹ ഏതാണ്? ഗ്ലാസ് പാലസ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ 4 ക്യാരക്ടേഴ്സും 4 വർക്ക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ റിവൈസ് ചെയ്ത് ഓർത്തിരിക്കാനൊന്നും നിൽക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങളെടുത്ത് പെണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഈ 4 ക്യാരക്ടേഴ്സിനെയും 4 വർക്കിനെയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചോദിച്ചുള്ള ഗ്ലാസ് പാലസിലെ ക്യാരക്ടർ ഏതാണ്? രാജ്കുമാർ റാഹയാണ്. ഓക്കെ ആണല്ലോ? മറ്റ് 3 വർക്കും അതിലെ ക്യാരക്ടറും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് ദ നോവൽ സംസ്കാര ഒറിജിനലി റിട്ടൺ? സിമ്പിൾ അല്ലേ? സംസ്കാര ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ഏതാണ്? പറയൂ. യെസ്, വെരി ഗുഡ്. എല്ലാവരും പറയും, നിങ്ങൾക്ക് തെറ്റിയാലും കുഴപ്പമില്ലെന്നേ. ഓക്കെ ഫൈൻ, ഓർത്തിരിക്കുക, കന്നഡ ലാംഗ്വേജിലാണ് സംസ്കാര എഴുതിയിട്ടുള്ളത്. സംസ്കാര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. അത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? യു ആർ അനന്തമൂർത്തിയുടെ വർക്കാണ്. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. Then next one, who is the protagonist of Amitabh Ghosh's novel The Hungry Tide? നമ്മൾ നേരത്തെ 4 വർക്ക്സ് പറഞ്ഞു. അത് കൂടാതെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഹംഗ്രി ടൈഡ് എന്നുള്ളത്. ഹംഗ്രി ടൈഡിലെ ക്യാരക്ടർ ഏതാണെന്നുള്ളതാണ്. എ രാജ്കുമാർ റാഹ, ബി ത്രിദീപ്, സി പിയാലി റോയ് ആൻഡ് ഡി സലീം സിനായ്. ഇതിന്റെ ആൻസർ പറയൂ. ഇതിപ്പോ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. രാജ്കുമാർ റാഹ നമ്മൾ പറഞ്ഞു ഗ്ലാസ് പാലസ് ആണ്, ത്രിദീപ് നമ്മൾ പറഞ്ഞു ഷാഡോ ലൈൻസ് ആണ്, പിന്നെ ഉള്ളത് സലീം സിനായ് ആണ്, പിയാലി റോയ് ആണ്. ഇതിലേതാണ്? സലീം സിനായ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒബിയസ്ലി പിയാലി റോയ് ആണ് ഹംഗ്രി ടൈഡിലെ ക്യാരക്ടർ. അപ്പൊ നമുക്ക് 5 വർക്ക്സ് ആയി, അമിതാഭ് ഘോഷിന്റെ 5 ക്യാരക്ടേഴ്സ് ആയി. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 4 വർക്ക് പറഞ്ഞു, ഇപ്പൊ ഒരു വർക്ക് പറഞ്ഞു, ഹംഗ്രി ടൈഡും കൂടെ പറഞ്ഞു. അപ്പം ആ 4 ഇപ്പം ടോട്ടൽ 5 ക്യാരക്ടേഴ്സിനെയും 5 ആൻഡ് ഈ വർക്ക്സിന്റെ പേരും മാറിപ്പോരുത് കേട്ടോ. ആരാണ് ഇതിന്റെ റൈറ്റർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി കാര്യം. അതിനുശേഷം ക്യാരക്ടർ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പൊ ഈ വർക്ക്സ് നിങ്ങൾ ഇനി മാറില്ലല്ലോ. ഗ്ലാസ് പാലസ് എന്നുള്ളത്, സർക്കിൾ ഓഫ് പിന്നെ ഏതായിരുന്നു? ഷാഡോ ലൈൻസ്. ഓക്കെ, ഇത്രയും വർക്ക്സ് അമിതാഭ് ഘോഷിന്റെ ആണ്. വളരെ ബേസിക് ആയിട്ട് ഓർത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ്. ഓക്കെ,
Next question. Which character appears in the novel Rich Like Us by Nayantara Sehgal? It's like character C. Pradeep, D. Piali Roy. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. മിക്ക ക്വസ്റ്റ്യൻസും ഇങ്ങനെ തന്നെ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കും. അല്ലാതെ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒന്നും വെച്ചിട്ട് ആയിരിക്കാൻ ചാൻസ് കുറവാണ്. സോ നിങ്ങൾക്ക് ഒരുവിധം വർക്ക്സും അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസിക് ആയിട്ട് അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം റിച്ച് ലൈക്ക് അസ് നയൻതാര സഹ്ഗാന്റെ ഒരു ക്യാരക്ടർ ആയിട്ട് ഇതിൽ വരുന്നത് സൊനാലി മാത്രമേ ഉള്ളൂ. ഈവൻ ദോ സൊനാലി റിച്ച് ലൈക്ക് അസിലെ ക്യാരക്ടർ ആണെന്നുള്ളത് ഡയറക്ട്ലി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പോലും ഈ ഓപ്ഷൻസിൽ നിന്നും ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ആൻസർ നമുക്ക് കിട്ടി അല്ലെ. സോ ഇങ്ങനെയല്ല, ഈ രീതിയിലല്ലോ വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് റിച്ച് ലൈക്കേഴ്സ് എന്നുള്ളത് ആരുടെ വോക്കാണ്? നയൻതാര സഹ്ഗാലിന്റെ വോക്കാണ്. ഓക്കെ, യെസ്, വെരി സൊനാലി. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സെറ്റിംഗ് ഓഫ് ദ ഗൈഡ്? ദ ഗൈഡ് ആരുടെ വർക്കാണ്? ഓക്കെ, ഇതിന്റെ ആൻസർ പറയൂ ഫസ്റ്റ്. എ കൊൽക്കത്ത, ബി മാൽഗുഡി, സി ഡൽഹി, ഡി മുംബൈ. ദ ഗൈഡിലെ സെറ്റിംഗ് ഏതാണെന്നുള്ളതാണ്, ഏത് പ്ലേസ് ആണ്? യെസ്, അപ്പൊ ദ ഗൈഡ് ആരതാണെന്ന് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, പിന്നെന്താ പറയാത്ത? യെസ്, വെരി ഗുഡ്, മാൽഗുഡി ആണ്. ദ ഗൈഡ് ആർ കെ നാരായണന്റെ വോക്കാണ് അല്ലെ. ഗൈഡ് മാറിപ്പോരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർ കെ നാരായണന്റെ വോക്കാണ്, മാൽഗുഡി ആണ് അതിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ആർ കെ നാരായണന്റെ ട്രിലോജിയും സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 വർക്ക്സും ഓർത്തിരിക്കുക. ക്യാരക്ടേഴ്സിനെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ഓർത്തിരിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണോ കമന്റ് ഇട്ടേ? വെരി ഗുഡ്, വെരി ഗുഡ്. സോ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ് ഇൻ ദ ഗൈഡ്? ദ ഗൈഡ് എന്നുള്ള വർക്കിലെ പ്രൊട്ടഗണിസ്റ്റ് ആരാണ്? നേരത്തെ നമ്മൾ അതിലെ ഫിക്ഷണൽ ടൗൺ ഏതാണെന്ന് പറഞ്ഞു, ആരുടെ വർക്ക് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നത് അതിലെ പ്രൊട്ടഗണിസ്റ്റ് ആരാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ആരാണ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. രാജു ആണ്. അല്ല, കൃഷ്ണ അല്ല, രാജു ആണ് ദ ഗൈഡിലെ പ്രൊട്ടഗണിസ്റ്റ് കേട്ടോ. മാറിപ്പോരുത്, ദ ഗൈഡിലെ പ്രൊട്ടഗണിസ്റ്റ് രാജു ആണ്. ഇത് നമ്മൾ ഒരു ചാർട്ട് പോലെ ഞാൻ ഒരു സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മളത് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ക്യാരക്ടേഴ്സും. ഓക്കെ, രാജു എന്നുള്ളത് ദ ഗൈഡിലെ ക്യാരക്ടറാണ്. ഈ ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞതാണല്ലോ, രാജു ഒരു ഗൈഡ് ആവുന്നതും പിന്നീട് ആ ഒരു ഗ്രാമത്തിന്റെ തന്നെ ഒരു സോക്കോൾഡ് ഒരു ഗൈഡ് എന്നുള്ള വിഷനിലോട്ട് ആൾക്കാർക്ക് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് മാറുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ ഓർത്തിരിക്കുക, ദ ഗൈഡ് എന്നുള്ളത് അതിൽ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത് രാജു ആണ്. ഓക്കെ ജുസ്ന? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ടോറു ദത്ത്സ് പോയം സീത? സീത എന്നുള്ള ടോറു ദത്തിന്റെ പോയത്തിലെ ഈ ഒരു ഓപ്ഷൻസിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഓപ്ഷൻസ് മസ്റ്റ് ആയിട്ട് വായിക്കണം, എല്ലാ ഓപ്ഷൻസും വായിക്കണം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് ആയിട്ട് തോന്നാം, പക്ഷെ അത് വെച്ച് മുന്നോട്ട് പോകരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് ഏറ്റവും കറക്റ്റ് ഏതാണെന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പുവരുത്തിയിട്ട് മാത്രം പോവാം. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. എ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ബി societal expectations placed upon women, C the struggle for independence, D the strength of Indian culture. ഇതിൽ ഏതാണ് സീത എന്ന് പറയുന്ന പോയത്തില് ടോറു ദത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഡി ആണോ അപർണ? ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ കൾച്ചർ. യെസ്,
ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് ലൈക്ക് സൊസൈറ്റിയിൽ വുമൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മേലുള്ള സോഷ്യൽ ആട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ പ്ലേസ്ഡ് അപ്പോൺ വുമൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നൗ നമുക്ക് മുൽക്ക് രാജാനന്ദിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ബിഫോർ ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഓദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വോയിസ് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓ, നോക്കൂ, മുൽക്ക് രാജ് ആനന്ദ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ്, പിന്നെ അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഓർത്തിരിക്കേണ്ട ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വർക്ക്സ് ആണ്. ഒന്ന് അൺടച്ചബിൾ, സെക്കൻഡ് വൺ കൂലി. വേറെയും ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്ന രണ്ട് വർക്ക്സ് ആണ്. ഒന്ന് അൺടച്ചബിളും മറ്റൊന്ന് കൂലിയും എന്നുള്ളത്. സോ ഈ അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്ക് 1935 അദ്ദേഹം വർക്കാണ്. ഇദ്ദേഹത്തിന്റെ മിക്ക വർക്ക്സിലും ഇദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത് പോവർട്ടിയും അതുപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, ഒപ്രഷൻസ്, ഈ രീതിയിലുള്ള തീംസ് ഒക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് റിയാലിറ്റിയോട്, റിയൽ ലൈഫിനോട് ഒരുപാട് എന്താ പറയാ ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ ഉണ്ടായിരുന്നത്. അതിന് വളരെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന അൺടച്ചബിളും അതുപോലെ കൂലി എന്ന് പറയുന്ന വർക്ക്സ് ഒക്കെ. സോ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് അൺടച്ചബിൾ എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു അൺടച്ചബിൾ ഗോഡ് എന്ന് പറയുന്ന വർക്ക് അത് കാഞ്ചായിലയുടെ ആണെന്ന് പറഞ്ഞു. ഇത് അൺടച്ചബിൾ എന്നുള്ളതാണ് മുൽക്ക് രാജ് ആനന്ദിന്റെ വർക്കാണ്. സോ ഇങ്ങനത്തെ ഒരുപോലെയുള്ള വർക്ക്സ് ഒന്നും മാറി പോരുത് കേട്ടോ. അതൊക്കെ പ്രത്യേകം നിങ്ങൾ എഴുതി വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർത്തിരിക്കുക. സോ ഇവിടെ 1935 വർക്കാണ്. ഇയർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓർത്തിരിക്കണം എന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് അൺടച്ചബിൾ എഴുതിയതിലൂടെ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചാൾസ് ഡിക്കൻസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വിശേഷിക്കപ്പെടാറുണ്ട്. അതിന് കാരണം ചാൾസ് ഡിക്കൻസിനും ഇതുപോലെയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. കൂടുതലും റിയലിസ്റ്റോട്, റിയാലിറ്റിയോട്, വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനോട് ഇടപഴകി നിൽക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തും രീതിയും അപ്രോച്ചുമായിരുന്നു ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. ചാൾസ് ഡിക്കൻസിന്റെ റൈറ്റിംഗ്സിനും ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യാസ് ചാൾസ് ഡിക്കൻസ് എന്നുള്ള ഒരു മുൽക്ക് രാജ് ആനന്ദിന് വരുന്നുണ്ട്. അതിന് ഓക്കെ ആണല്ലോ. പിന്നെ 1946 അദ്ദേഹം ഒരു മാഗസിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മാഗസിന്റെ പേര് മാർഗ് എന്നുള്ളതാണ്. സോ മാർഗ് എന്ന് പറയുന്ന മാഗസിൻ ഏത് റൈറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൽക്ക് രാജ് ആനന്ദുമായിട്ടാണ്. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിന്റെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വർക്കാണ് ദ മോർണിംഗ് ഫേസ്. ഇത് സാഹിത്യ അക്കാദമി അവാർഡ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിനേക്കാൾ ഏറെയും സാധ്യത മോർണിംഗ് ഫേസ് എന്ന് പറയുന്ന വർക്ക് വളരെ അക്ലൈംഡ് ആയിട്ടുള്ള വർക്കാണ്. സോ ആ വർക്ക് ഏത് റൈറ്ററുടെയാണ്? ആനന്ദിന്റെയാണ്. അത് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ആൻഡ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആയിട്ട് ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യാറുണ്ട്. ആൻഡ് ഇന്റർനാഷണൽ പീസ് പ്രൈസ് 1953 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സോ ഇന്റർനാഷണൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ള ഒരു റൈറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ മാർഗ് എന്ന് പറയുന്ന മാഗസിൻ ഓർത്തിരിക്കുക. ദെൻ ദ മോർണിംഗ് ഫേസ് എന്നുള്ളത് മുൽക്ക് രാജ് ആനന്ദിന്റെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വർക്കാണ്. ആൻഡ് ഇന്ത്യാസ് ചാൾസ് ഡിക്കൻസ് എന്നുള്ള പേരിൽ ആനന്ദ് അറിയപ്പെടുന്നു. അതിന് കാരണം അൺടച്ചബിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ അൺടച്ചബിൾ എന്ന് പറയുന്ന വോക്കിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. സോ ഈ വോക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാസ്റ്റ് സിസ്റ്റം, അതുപോലെ മാർജിനലൈസേഷൻ, സപ്രഷൻ, ഈ ഒരു ഹെജിമോണിയൽ സിനാരിയോ, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വോക്കാണ്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്നുള്ളതാണ്. ഒരുപാട് ചോദിച്ച് കാണാറുണ്ട്. ബാക്കയാണ് അൺടച്ചബിളിലെ മെയിൻ ക്യാരക്ടർ. മാറിപ്പോരുത്. ബാക്കയും ലാക്കയും, ഈ രണ്ട് ക്യാരക്ടേഴ്സും അൺടച്ചബിളിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ബാക്കയുടെ ഫാദർ ആയിട്ടാണ് ലാഖ വരുന്നത്. ബാക്കയുടെ ലൈഫിലെ ഒരു ദിവസം, അതാണ് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ വോക്കിൽ കാണിക്കുന്നത്. ബാക്ക അദ്ദേഹത്തിന്റെ അച്ഛന്റെ തൊഴിലായിട്ടുള്ള ഈ പറയുന്ന കൂലി, ആ ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന, വളരെ താഴേക്കിടയിലുള്ള സ്വീപ്പിംഗ്, അതായത് വൃത്തിയാക്കുന്ന, പല സ്ഥലങ്ങളിലും പോയിട്ട് വൃത്തിയാക്കുന്ന ആ ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയും അതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെയാണ്, റിയാലിറ്റിയാണ് ഈ ഒരു വർക്കിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, മസ്റ്റ് ആയിട്ട് ഈ ഒരു വർക്ക് വായിച്ചിരിക്കുക കേട്ടോ.
ഇപ്പം ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഭാക്ക എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുക, അതുപോലെ ലാക്ക എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് ഓൾസോ ഇവിടെ ഒരു കാര്യമുള്ളത്, മഹാത്മാഗാന്ധി ഇതിലൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധി, കസ്തൂർബ ഗാന്ധി ഇവരൊക്കെ ഒരു ക്യാരക്ടറായിട്ട് ആനന്ദ് ഇതിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്യാരക്ടറായിട്ട് ഭാക്ക, അദ്ദേഹത്തിന്റെ ഫാദർ ലാക്ക ആൻഡ് ഗാന്ധി വരുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ വോക്കിന് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത് ഇ.എം. ഫോസ്റ്റർ ആണ്. ഓക്കെ, അത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇ.എം. ഫോസ്റ്റർ ആണ് അൺടച്ചബിളിന് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. സോ ഏത് വോക്കിനാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കാം. സോ ഇത്രയുമാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് കൂലി. ഓക്കെ, ഇതൊരു എല്ലാം പൊളിറ്റിക്കൽ നോവൽ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും താഴെക്കിടയിൽ സോക്കോളിൽ കരുതപ്പെടുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും അവരെ അധികാരത്തോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. സോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഉള്ള നോവൽ തന്നെയാണ് എല്ലാം. സോ ഈ ഒരു പെർട്ടിക്കുലർ നോവല് ബിലാസ്പൂറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ആ ഒരു പ്ലേസ് ഓർത്തിരിക്കുക, ബിലാസ്പൂർ റിലേറ്റഡ് ടു കൂലി എന്നുള്ള രീതിയിൽ. ആൻഡ് ഓൾസോ നമ്മൾ അവിടെ ഭാക്കയെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആരാണ്? മുന്നു ആണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, മുന്നു ഒരു ഓർഫൻ ആണ്. അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതിനെ തുടർന്ന് അങ്കിളും ആന്റിയും ആണ് ഇവരെ വളർത്തുന്നത്. ആ അങ്കിളിന്റെ പേരാണ് ദയാറാമും ആന്റി സുജ്രി. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ അണ്ടറിലാണ് വളരുന്നത്. അപ്പോൾ ഈ വർക്ക്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ഈ കുട്ടിയോട് താല്പര്യമില്ല. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് പല സ്ഥലങ്ങളിലോട്ട് ഒരു വളരെ ടേണിംഗ് ആയിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് എത്തിപ്പെടുന്നു. പിന്നീട് ലൈഫിലോട്ട് കടന്നു വരുന്ന ക്യാരക്ടേഴ്സും അനുഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇറ്റ് നരേറ്റ്സ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് മുന്നു. അപ്പൊ അവിടെ ഭാക്ക പറഞ്ഞു, കൂലിയിലെ ക്യാരക്ടർ ആരാണ്? മുന്നു ആണ്. ഓക്കെ, 14-year orphan boy who later dies. ഓക്കെ, മരിക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ ബേസിക് ആയിട്ട് ക്യാരക്ടറിന്റെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആൻഡ് കൂലി എന്ന് പറയുന്നത് ആരുടെ വോക്കാണെന്നുള്ളത്? ആനന്ദിന്റെ വോക്കാണ്. സോ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മുന്നോ, ദയാറാം, സുജ്രി ആൻഡ് മിസസ് മെയിൽ. ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വുമൺ ആണ്. ഈ മുന്നോയെ വണ്ടി ഇടിക്കും. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഇന്റർവെൻഷൻ ഈ ഒരു കഥയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഏറ്റവും ചോദിച്ച് കാണാറുള്ളത് മെയിൻ ക്യാരക്ടറിനെ തന്നെയാണ്, മുന്നോ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് കേട്ടോ. സോ ഭാക്ക, ലാക്ക, മുന്നോ ഇതൊന്നും മാറിപ്പോരുത്. ദെൻ ആനന്ദിന്റെ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്ന് 7 Summers, മോർണിംഗ് ഫേസ്, കൺഫെഷൻ ഓഫ് എ ലവർ ആൻഡ് ദ ബബിൾ. ഈ 4 വർക്ക്സ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ രീതിയിലുള്ള വർക്ക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ആക്ച്വലി ഈ ലാസ്റ്റ് പോയിന്റ് നോക്കൂ, 7 വോളിയം ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ, 7 ഏജസ് ഓഫ്. അതിൽ 4 വർക്ക്സ് മാത്രമാണ് പബ്ലിഷ്ഡ് ആയത്. മറ്റുള്ളത് പബ്ലിഷ് അല്ല, ഇൻകംപ്ലീറ്റഡ് ആണ്. അപ്പം അതിൽ വരുന്ന 4 വർക്ക്സ് ആണിത്. 7 Summers, മോർണിംഗ് ഫേസും, കൺഫെഷൻ ഓഫ് എ ലവറും, ദ ബബിളും. ഈ 4 വർക്ക്സ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറിലുള്ള വർക്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഇതിലെ ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് കൃഷ്ണൻ ചന്ദർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഇതാണ്, കൃഷ്ണൻ ചന്ദർ. ഓക്കെ, സോ ക്ലിയർ അല്ലേ ആ പോയിന്റ്? 7 വർക്ക്സ് ആയിരുന്നു അതിൽ വരേണ്ടിയിരുന്നത്. 7 Summers. സോ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ലായിട്ട് ഏത് വർക്ക് ആരത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ അത് ഓർത്തിരിക്കുക. 7 Summers, മോർണിംഗ് ഫേസ്, കൺഫെഷൻ ഓഫ് എ ലവർ, ഈ 4 വർക്ക്സും മുൽഖ് ആനന്ദിന്റെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ വളരെ വളരെ ആണ്. പലപ്പോഴും ചെയ്ത് ചോദിക്കുന്ന വർക്കാണ്. ഒന്ന് ദ വില്ലേജ്, മറ്റൊന്ന് അക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ് ആൻഡ് ദ സോഡ് ആൻഡ് ദ സിക്കിൾ. ദ സോഡ് ആൻഡ് ദ സിക്കിൾ ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റിംഗ് വാല്യൂ ഉള്ള ഒരു വർക്കാണ്. സോ ഈ 3 വർക്ക്സ് ഓർത്തിരിക്കുക. ദ വില്ലേജ്, അക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ്, ദെൻ ദ സോഡ് ആൻഡ് ദ സിക്കിൾ. ഈ 3 വർക്കും ആരുടെയാണ്? മുൽഖ് ആനന്ദിന്റെ ആണ്. ഈ 3 വർക്ക്സും ഒരു ട്രിലോജി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന വർക്ക്സും കൂടെ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ,
ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ആ 4 ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറുള്ള വർക്ക്സ്. ആൻഡ് ഇവിടെ ഇത് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സും അതിലെ ക്യാരക്ടേഴ്സും ആണ്. ഇവിടെ നമ്മൾ പറയാത്ത ഒരു വർക്ക് ഉണ്ട്, ടു ലീവ്സ് ആൻഡ് എ ബർഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. അതിലെ ക്യാരക്ടറിനെ ഓർത്തിരിക്കുക, ഗംഗു, സജനി, ഈ 2 ക്യാരക്ടേഴ്സ്. മെയിൻ ആയിട്ട് ഗംഗു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ടു ലീവ്സ് ആൻഡ് എ ബർഡ് എന്ന് പറയുന്ന വർക്ക് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുൽക്രാജ് ആനന്ദിന്റെ വോക്കാണ്. ടു ലീവ്സ് ആൻഡ് എ ബർഡ്, ഗംഗു എന്ന് പറയുന്ന ക്യാരക്ടർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് ഐ തിങ്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 5 ക്യാരക്ടേഴ്സിന് തന്നിട്ട് ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ആനന്ദിന്റേതായിട്ട് വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വോക്സിൽ. അപ്പൊ അവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ബാക്ക, ലാക്ക, അതുപോലെ മുന്നോ, ഗംഗു, കൃഷ്ണൻ ചന്ദർ, ഇതൊക്കെ ആരുടെ ക്യാരക്ടറാണ്? മുൽക്രാജ് ആനന്ദിന്റെ ക്യാരക്ടറാണ്. പിന്നെ ഏത് വോക്കിലാണെന്നുള്ളത് വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. അൺടച്ചബിളിലാണ് ബാക്കയും ലാക്കയും ഒക്കെ വരുന്നത്, കൂലിയില് മുന്നോ ആണ്. ദെൻ ടു ലീവ്സ് ആൻഡ് എ ബർഡില് ഗംഗു, ദെൻ 7 സമ്മേഴ്സിൽ നമ്മൾ പറഞ്ഞു കൃഷ്ണൻ ചന്ദർ. ഓക്കെ, ദെൻ വി ഹാവ് അദ്ദേഹത്തിന്റെ കുറച്ച് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് വരുന്നുണ്ട്. ആ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസിന്റെ പേര് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ദ ലോസ്റ്റ് ചൈൽഡ് ആൻഡ് ദ അതർ സ്റ്റോറീസ് എന്നുള്ളത് ഒരു വോക്കാണ്. അതർ സ്റ്റോറീസ്, ദ പവർ ഓഫ് ഡാർക്ക്നെസ്, അതർ സ്റ്റോറീസ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ബിറ്റ്വീൻ ടിയേഴ്സ് ആൻഡ് ലോഫ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്, അതും ഒന്ന് മാർക്ക് ചെയ്യാം. ഇന്ത്യൻ ഫെയറീസ് ടെയിൽസ്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ദ പവർ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് അതർ സ്റ്റോറീസും ബിറ്റ്വീൻ ദ ടിയേഴ്സ് ആൻഡ് ലോഫ്റ്ററും, ഇത് രണ്ടും മുൽക്രാജ് ആനന്ദിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. മറ്റു വർക്ക്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോവാം. സോ നമ്മളിപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ, സോ ഇന്ത്യയുടെ ചാൾസ് ഡിക്കൻസ്, ഇന്ത്യസ് ചാൾസ് മുൽക്രാജ് ആനന്ദ് അറിയപ്പെടുന്നു എന്നുള്ളത് ആണ്. ദെൻ ഈ സമാധാനത്തിനുള്ള ലൈക്ക് ഇന്റർനാഷണൽ പീസ് പ്രൈസ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അൺടച്ചബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഭാക്ക എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരിക്കലും വിട്ടുപോയത് അൺടച്ചബിൾ എന്ന് പറയുന്ന വോക്കിനാണ് ഇ എം ഫോസ്റ്റർ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇ എം ഫോസ്റ്ററിനെ ആക്ച്വലി ഇദ്ദേഹം കണ്ടുമുട്ടുന്നത് ദ ക്രൈറ്റീരിയൻ, ടി എസ് എലിയറ്റിന്റെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന മാഗസിന്റെ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്സിന്റെ ഇടയിലാണ് കണ്ടുമുട്ടുന്നത്. ഓക്കെ, സോ ഇ എം ഫോസ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. ഏത് വർക്കിനാണ്? അൺടച്ചബിൾ. കൂലി എന്ന് എഴുതി പോയത് അൺടച്ചബിളിനാണ് ഇ എം ഫോസ്റ്റർ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, ഗാന്ധി അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കാം. ദെൻ കൂലിയിലെ ക്യാരക്ടറിന്റെ പേര് ഓർത്തിരിക്കാം. ആൻഡ് ഈ ഒരു 4 വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 4 വർക്ക്സ് ആസ് എ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ഉള്ള രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള 4 വർക്ക്സിന്റെ പേര് ഓർത്തിരിക്കുക. ആൻഡ് ട്രിലോജി ആയിട്ടുള്ള ദ വില്ലേജ്, അക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ് ആൻഡ് സ്വാഡ് ആൻഡ് ദ സിക്കിൾ, ഈ 3 വർക്ക്സും ഓർത്തിരിക്കുക. സ്വാഡ് ആൻഡ് ദ സിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വർക്കാണ്. ബ്ലാക്ക് വാട്ടേഴ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. വില്ലേജ് ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലൈക്ക് എല്ലാ വർക്ക്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഈ ഒരു സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാത്തിന്റെ പേരും പഠിച്ചു വെക്കുക. അത് ആനന്ദിന്റെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീവ്സ് ആൻഡ് എ ബർഡ് എന്നുള്ളതിലെ ക്യാരക്ടർ ഗംഗു എന്നുള്ളതും കൂടെ ഓർക്കുക കേട്ടോ. ആൻഡ് ഈ ഒരു ഏരിയയുടെ നോട്ട് ഞാൻ ഈ സെക്ഷന്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ മുൽക്രാജ് ആനന്ദിനെ കുറിച്ചുള്ള ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അത് മാത്രമുള്ള ഒരു നോട്ട് ഈ ഒരു റിവിഷന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഒരു നോട്ടായിട്ട് ഈ ഒരു ഏരിയ മാത്രമായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് വർക്ക്സ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞ വർക്ക്സ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് അൺടച്ചബിൾ, കൂലി, ലീവ്സ് ആൻഡ് എ ബർഡ്, ദ വില്ലേജ്, അക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ്, സ്വാഡ് ആൻഡ് ദ സിക്കിൾ. പിന്നൊന്ന് ദ ബിഗ് ഹേർട്ട് എന്ന് പറയുന്ന വോക്കാണ്. ഇതിൽ ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല, സോ എല്ലാം മാക്സിമം ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ളത് മറ്റൊരു വോക്കാണ്. 7 സമ്മേഴ്സ് നമ്മൾ പറഞ്ഞു. ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ്, ഇതും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറിലുള്ള വോക്കാണ് കേട്ടോ. ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ഉള്ള വോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലിപ്പം ദ പ്രൈവറ്റ് ലൈഫ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അത് ആ രീതിയിലുള്ള ഒരു വോക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ദ ഓൾഡ് വുമൻ ആൻഡ് ദ കൗ, ദ റോഡ്, ഡെത്ത് ഓഫ് എ ഹീറോ, വെരി ഇമ്പോർട്ടന്റ് ബുക്കാണ്. സോ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോവൽസ്. ഇതിൽ ഡെത്ത് ഓഫ് എ ഹീറോ വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് എന്നുള്ളതും നമ്മൾ നേരത്തെ പറയാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, മറ്റതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബ്ലാക്ക് വാട്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്വാഡ് ആൻഡ് ദ സിക്കിളും, സെർപ്പന്റ് ആൻഡ് ദ റോക്കും സോഡ് ആൻഡ് ദ സിക്കിളും ഒക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഒരേപോലത്തെ ലൈക്ക് ആ ഒരു പ്രാസം വരുന്ന രീതിയിലുള്ള പേരൊക്കെ വരുമ്പോൾ രണ്ടും ഓപ്ഷനിൽ കാണും. മുദ്രാജാനതും കാണും, രാജാറാവും കാണും. അപ്പോ അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. കാറ്റ് ആൻഡ് ഷേക്സ്പിയർ, അതുപോലെ മറ്റേ വർക്ക് ഏതായിരുന്നു, സോഡ് ആൻഡ് ദ സിക്കിൾ എന്നുള്ളത് മുദ്രാജ് ആനന്ദിന്റെ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം പറഞ്ഞ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ ആൻസേഴ്സ് നിങ്ങൾ പെട്ടെന്ന് പറയാം. ഇൻ വിച്ച് ഓഫ് മുൽക്രാജ് ആനന്ദ്സ് നോവൽസ് ഡസ് ബാക്ക അപ്പിയർ ആസ് എ സെൻട്രൽ ക്യാരക്ടർ? യെസ്, വേഗം പറയൂ. എ കൂലി. ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ കൂലി, സെക്കൻഡ് നിങ്ങൾ ഈ ഒരു ക്രമത്തിൽ ഓപ്ഷൻ ഇട്ടാൽ മതി. തേർഡ് വൺ ദ വില്ലേജ്, 2 അൺടച്ചബിൾ, ഫോർത്ത് വൺ 2 ലീവ്സ് ആൻഡ് എ ബഡ്. ഇതിൽ ഏതിലെ ക്യാരക്ടറാണ് ബാക്ക? യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അൺടച്ചബിൾ ആണ്. മാറിപ്പോരുത്. മുന്നോ എന്ന് പറയുന്ന ക്യാരക്ടർ കൂലിയിലെ ആണെന്ന് ഓർക്കുക. ലീവ്സ് ആൻഡ് ബഡില് ഗംഗവാണ് വരുന്നത്. സോ അൺടച്ചബിളിലെ ക്യാരക്ടർ ആണ് ബാക്ക, ലാഖ ഇവരൊക്കെ. നെക്സ്റ്റ് വൺ, ഹു റോട്ട് ദ പ്രൊഫൈൽസ് ടു മുൽക്രാജ് ആനന്ദ്സ് അൺടച്ചബിൾ? ആരാണ് പ്രൊഫൈൽസ് എഴുതിയിട്ടുള്ളത്? E.M. Foster. യെസ്, വെരി ഗുഡ്. WB Yeats, E.M. Foster, C. മഹാത്മാഗാന്ധി, 4 T.S. Eliot. ആരാണ്? യെസ്, ഗാന്ധി മാർക്ക്. ഓക്കെ, ഫൈൻ ഫൈൻ. E.M. ഫോസ്റ്റർ ആണ്. അൺടച്ചബിൾ ആണ് എഴുതിയതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ 4 ബോക്സ് ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഒരേ റൈറ്ററിന്റെ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അൺടച്ചബിൾ ആണെന്ന് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് അൺടച്ചബിളിനാണ് E.M. ഫോസ്റ്റർ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് 5 ക്യാരക്ടേഴ്സിനെ തന്നതാണ്. ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മുൽക്രാജ് ആനന്ദിന്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ലീഡിംഗ് ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽസ് റിട്ടൺ ബൈ മുൽക്രാജ് ആനന്ദ്? 1 മുന്നോ, സെക്കൻഡ് 1 ഭാക്ക, തേർഡ് 1 സമ്പത്ത്, ഫോർത്ത് ഗംഗു, ഫിഫ്ത് ദോപ്തി. ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്? ഓപ്ഷൻസ് നോക്കൂ. A, 2, 3 and 4. അതായത് ഭാക്ക, സമ്പത്ത് and Gangu. Second one, 1, 3 and 5. എന്ന് വെച്ചാല് മുന്നോ, സമ്പത്ത് and ദോപ്തി. Third one, 3, 4 and 5. Which means സമ്പത്ത്, ഗംഗു and ദോപ്തി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ ഓപ്ഷൻസ് കാണുമ്പോൾ. ലൈക്ക് ഓപ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ. ലാസ്റ്റ് വൺ എന്താണ്? 1, 2 and 4. Which means മുന്നോ, ഭാക്ക, ഗംഗു. ഞാൻ പറയൂ, ഇതില് ഏതാണ്, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ബി ആണോ? 1, 3, 5 ആണോ? ദോപ്തി അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഓ, അത് മുന്നേയുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഓക്കെ, ഫൈൻ. ബാക്കിയുള്ളവര് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മുന്നോ, ഭാക്ക ആൻഡ് ഗംഗു, ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് മുൽക്രാജ് ആനന്ദിന്റേതായിട്ട് ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. സമ്പത്ത്, ദോപ്തി ഈ 2 ഓപ്ഷൻസും കറക്റ്റ് അല്ല. അപ്പൊ നമുക്കിവിടെ ആൻസർ വരുന്നത് ലാസ്റ്റ് 1 ആണ്, 1, 2 and 4. ഓക്കെ, നെക്സ്റ്റ് 1, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 കറക്റ്റ്ലി. സോ ഇത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പറയൂ. ലിസ്റ്റ് 1-ലുള്ളത് ദ കാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ, സെക്കൻഡ് 1 കൂലി, തേർഡ് 1 നാഗമണ്ഡല, ഫോർത്ത് 1 വൈറ്റ് ടൈഗർ. ലിസ്റ്റ് 2-ല്
എ അരവിന്ദ് അഡിക, ബി രാജാറാവ്, സി മുൽക്ക് രാജ് ആനന്ദ്, ഡി ഗിരീഷ് കർണാട്. ഇത് മാച്ച് ചെയ്തിട്ട് പറയും. ലൈക്ക് ദ കാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ എന്ന ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി. ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ എന്നുള്ളത് ആരുടെ വർക്കാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇന്നലെ പറഞ്ഞതാണ്. യെസ്, ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഓരോ വർക്കും ചോദിക്കാം, അത് ആരതാണെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. പിന്നേക്ക അരവിന്ദ് അഡികയാണ് ഫസ്റ്റ് ഓപ്ഷൻ, ബി രാജാറാവു, സി മുൽക്ക് രാജ് ആനന്ദ്, ഡി ഗിരീഷ് കർണാട്. ഇതിൽ ആരുടെ വർക്കാണ് കാറ്റ് ആൻഡ് ഷേക്സ്പിയർ? യെസ്, അറിയാം, രാജാറാവുന്റെ ആണ് അല്ലെ? കാറ്റ് ആൻഡ് ഷേക്സ്പിയർ രാജാറാവുന്റെ വർക്കാണ്. സെക്കൻഡ് വൺ നോക്കൂ, കൂലി. നമ്മളിപ്പം ഒരുപാട് തവണ പറഞ്ഞു, കൂലി ആരുടെ വർക്കാണ്? ഓപ്ഷൻ നോക്കിയിട്ട് പറയൂ. എ അരവിന്ദ് അഡിക, ബി രാജാറാവു, സി മുൽക്ക് രാജ് ആനന്ദ്, ഡി ഗിരീഷ് കർണാട്. ആരുടെ വർക്കാണ് കൂലി? യെസ്, എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, മുൽക്ക് രാജ് ആനന്ദിന്റെ വർക്കാണ്. ദെൻ നാഗമണ്ഡല, വെരി ഡയറക്റ്റ് വൺ. ആരാണ് റൈറ്റർ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അരവിന്ദ് അഡിക എല്ലാം നമുക്ക് എന്തായാലും അറിയാം. ഗിരീഷ് കർണാടാണ്. നാഗമണ്ഡല നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുള്ള വോക്കാണ്. ഗിരീഷ് കർണാടിന്റെ വോക്കാണ് നാഗമണ്ഡല, ഹൈവദന, ഇതൊക്കെ. ദെൻ വൈറ്റ് ടൈഗർ ആരുടെ വോക്കാണ്? ഇതിലൊന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വൈറ്റ് ടൈഗർ എന്നുള്ളത് ആരുടെ വോക്കാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ രീതിയിലുള്ള ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ അത് ആ പേര് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം, അരവിന്ദ് അഡിക. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വോക്കാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ, രാജാറാവ്, കൂലി, മുൽക്ക് രാജ് ആനന്ദ്, നാഗമണ്ഡല, ഗിരീഷ് കർണാട്, വൈറ്റ് ടൈഗർ, അരവിന്ദ് അഡിക. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പം ഇൻ കേസ് ഇപ്പം 4 അറിയാം, അതല്ല നിങ്ങൾക്ക് ഇപ്പോ തേർഡ് വൺ ആണ് അറിയുന്നത്, ലിസ്റ്റ് 1 തേർഡ് വൺ ആണ് അറിയുന്നത്, നാഗമണ്ഡലയാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഗിരീഷ് കർണാട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓപ്ഷൻസിൽ ഇവിടെ വരുന്നുണ്ടായിരിക്കും ഒബിയസ്ലി 3D എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ, ഒരു പെയർ ഉണ്ടായിരിക്കും. സോ 3D എന്നുള്ള പെയർ നിങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ്, അത് കറക്റ്റ് ആണെന്നുള്ളത്. അത് നോക്കുക. അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പോവാം. ബാക്കിയുള്ളത് ഒന്നും കറക്റ്റ് ആണോ നിങ്ങൾക്ക് ഇപ്പൊ 4 അറിയാം, അപ്പൊ നിങ്ങൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കട്ടെ എന്നുള്ളത്. അത് നോക്കാം നമുക്ക്, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 4 അറിയാമെങ്കിൽ പോലും ഏറ്റവും ആദ്യം ഏറ്റവും ഏതാണോ അത് നോക്കുക. അതിന്റെ ആൻസർ മിക്കവാറും ഒരൊറ്റ മാത്രം കറക്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ കണ്ടെത്തേണ്ടി വരും. മിക്കതിലും അങ്ങനെയാണ്. ചില കേസിൽ ഒറ്റ ഒന്ന് അറിയാമെങ്കിൽ തന്നെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് വെറുതെ സ്പെൻഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ പോം ഓൺ കില്ലിംഗ് എ ട്രീ? ആരാണ് ഓഥർ? ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്ന പോം ആര് രചിച്ചതാണ്? എ സരോജിനി നായിഡു, ബി ഗീവ് പട്ടേൽ, സി ജയന്ത മഹാപാത്ര, ഡി ഡോം മോറിസ്. ആരുടെ വർക്കാണ്? യെസ്, വെരി ഗുഡ്. ഗീവ് പട്ടേലിന്റെ വർക്കാണ് ഓൺ കില്ലിംഗ് എ ട്രീ. ഓൺ കില്ലിംഗ് എ ട്രീ മേ ബി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളും പഠിച്ചിട്ടുള്ള വർക്കൊക്കെ തന്നെ ആയിരിക്കും. കരിക്കുലത്തിലൊക്കെ ഒരുപാടുള്ള കണ്ടിട്ടുള്ള വർക്കാണ്, മാറിപ്പോരുത്. ഗീവ് പട്ടേലിന്റെ വർക്കാണ് ഓൺ കില്ലിംഗ് എ ട്രീ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട്സ് ദ സെൻട്രൽ തീം ഓഫ് ദ ലവ് ട്രയാങ്കിൾ ഇൻ ദ പ്ലേ ഹയവദന? ഓർ എൽസ് ഹയവദന എന്ന് പറയുന്ന പ്ലേയിലെ ഒരു സെൻട്രൽ തീമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ഈ ലവ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കീവേഡ് അവിടെ തന്നോളണം എന്നില്ല. സെൻട്രൽ തീമായിട്ട് എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹയവദനയിൽ? അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായിരിക്കും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കൂ. എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഡ്യൂട്ടി, എ ലവ് ട്രയാങ്കിൾ ബിറ്റ്വീൻ ദേവദത്ത, കപില ആൻഡ് പത്മിനി, സി ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ, ഡി ദ യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഹയവദനയുടെ സ്റ്റോറി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. യെസ്, യെസ്. ഓക്കെ, ഓക്കെ, കറക്റ്റ്. ഏതാണ്? ലവ് ട്രയാങ്കിൾ ബിറ്റ്വീൻ ദേവദത്ത, കപില ആൻഡ് പത്മിനി അല്ലെ?
സോ ഈ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദേവദത്ത, കപില, പത്മിനി ഈ ക്യാരക്ടേഴ്സ് ഗിരീഷ് കർണാടിന്റെ ഏത് വോക്കിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയവദനയാണ് എന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റണം. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതില് ഏതാണ് ഈ ഒരു നാലെണ്ണത്തിൽ ഓഡ് വൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എ മൃച്ഛഗതിക, 2 അഭിജ്ഞാന ശാകുന്തളം, 3rd വൺ കുമാരസംഭവം, 4th വൺ മേഘദൂത്. ഇതിൽ ഏതാണ് ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? യെസ്, പറയൂ. ഏതാണ്? ഡി മേഘദൂതയാണ് വിനേക. ഫസ്റ്റ് വൺ മൃച്ഛഗതിക, സെക്കൻഡ് അഭിജ്ഞാന ശാകുന്തളം, 3rd വൺ കുമാരസംഭവം, 4th വൺ മേഘദൂത്. ഇതിൽ ഏതാണ്? വളരെ സിമ്പിൾ അല്ലേ? എന്താ പറയാത്ത നിങ്ങള്? പറയൂ. ജുസ്ന, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സി, ഈ 4 ബോക്സിന്റെയും റൈറ്റർ ആരാന്ന് നോക്കൂ. 3 ഒരാളുടെ ആണ്, 1 ആ വ്യക്തിയുടെ അല്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത്, കുമാരസംഭവം ഈ 3 വർക്ക്സും കാളിദാസിന്റെ ആണ്. വൃശ്ചകത്തിക്ക എന്ന് പറയുന്ന വോക്ക് കാളിദാസിന്റെ ആണോ? അല്ല, ക്ഷുദ്രകയുടെ വോക്കാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ വൃശ്ചകതിക കാളിദാസിന്റെ അല്ല എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് ഇവിടെ വരേണ്ടത്. മറ്റു 3 വർക്ക്സും കാളിദാസിന്റെ ആണ്. ഓക്കെ, സോ അപ്പോൾ ആൻസർ വരുന്നത് യെസ് കറക്റ്റ് ആണ്, വൃശ്ചകതികയാണ്. Then, Towards an Aesthetics of Dalit Literature written by ആരുടെ വോക്കാണ്? ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ ഒരു വളരെ മൈൽ സ്റ്റോൺ ആയിട്ട് ദളിത് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യുന്ന ഒരു വോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഇവരൊക്കെ റിലേറ്റഡ് ടു ദളിത് ലിറ്ററേച്ചർ ആണ്. ഏത് റൈറ്റർ? ജ്യോതിബ ഫുലെ, അർജുൻ ഡാഗ്ലെ, ഇതില് ഇംബാലെ, അർജുൻ ഡാഗ്ലെ ആൻഡ് ഡി കാഞ്ചായിലയ. ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. ഇത് പിവൈക്യു ആണ് കേട്ടോ. പറയൂ പറയൂ. യെസ് യെസ്. മറ്റുള്ള അറിയില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഓർത്തിരിക്കുക. ഇതൊരു ഓഫ് ദളിത് ലിറ്ററേച്ചർ കുമാർ ലിംബാലയുടെ വോക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വോക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഇതിനോട് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു ആൻസർ കിട്ടാത്തത്. പക്ഷെ ഒരു അക്കാഡമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വോക്കാണ് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ എന്നുള്ളത്. സോ ശരൺകുമാർ ലിംബാലയുടെ വോക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, വി എസ് നൈപോൾ, ഒരു ഗ്യാപ്പ് ഉണ്ട്, റിസീവ്ഡ് ദ ബുക്കർ പ്രൈസ് ഇൻ 1971 ഫോർ ദിസ് നോവൽ. ഏത് വർക്കിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? 1 ഇൻ എ ഫ്രീ സ്റ്റേറ്റ്, ഓഫ് അറൈവൽ. ഇതിൽ ഏത് വർക്കിനാണ് വി എസ് നൈപോളിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? യെസ്, ഏത് വർക്കാണ്? ഏതൊക്കെ അല്ല, അങ്ങനെ ഓർത്തു നോക്കൂ. അല്ല, ഉറപ്പാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് ഒന്നും ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ എ ഫ്രീ സ്റ്റേറ്റ്, ഇൻ എ ഫ്രീ
സ്റ്റേറ്റ് ആണ് കേട്ടോ. VS Naipaul's ബുക്ക് പ്രൈസ് വർക്ക് എന്ന് പറയുന്നത് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ള വർക്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി നോക്കുക, നോട്ട്സിൽ ഉണ്ടായിരിക്കും അത്. സോ ആ വർക്ക്സ് ഒന്നും ഒരിക്കലും വിട്ടു. പിന്നെ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ളതാണ് VS Naipaulന് ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക്. ഇത് ബുക്ക് പ്രൈസ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ളത് ആരുടെ വർക്കാണെന്ന് ചോദിക്കാം. ഇങ്ങനെ ഇപ്പൊ സാഹിത്യ അക്കാദമി അവാർഡ്സ് ഒക്കെ ലഭിച്ച വർക്ക്സ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അത് ആ ഒരു ടാഗിൽ തന്നെ ചോദിക്കണം എന്നില്ല. ഇങ്ങനെ ഒരു ഹോണറി ലഭിച്ചിട്ട് അത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയൂ. വിച്ച് ഫേമസ് ഓതർ ആൻഡ് ഫിലിം മേക്കർ was also the editor of the children's magazine സന്ദേശ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സത്യജിത് റോയ് ആണ്. ഓക്കെ, ഇതൊരു PYQ ആണ്. സത്യജിത് റോയ് ആണ് സന്ദേശ് എന്ന് പറയുന്ന ചിൽഡ്രൻസ് മാഗസിന്റെ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത്. ഫിലിം മേക്കർ ആൻഡ് ഓതർ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. സത്യജിത് റോയ് ആണ്. സുകുമാർ റോയ് അദ്ദേഹത്തിന്റെ ഫാദർ ആണ് അല്ലെ. സോ ഇതൊരു അവയർനെസ് ആയിട്ട് ഓർത്തിരിക്കുക. സന്ദേശ് എന്ന് പറയുന്ന ലിറ്റററി മാഗസിന്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? സത്യജിത് റോയ് ആണ്. ഓക്കെ ആണല്ലോ. സത്യജിത് റോയുടെ അപ്പോസ്ട്രോളജിയും വിഭൂതി ഭൂഷൺ ബാദ്യോപാധ്യയുമായിട്ടുള്ള റിലേഷനും ആൻഡ് പദർ പാഞ്ചാലി അപരാജിതോ ഈ വർക്ക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്നലെ നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സത്യജിത് റോയുടെ ഈ വർക്ക്സിനെ കുറിച്ച്. വിഭൂതി ഭൂഷൺ ബാദ്യയെ കുറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഈ ഒരു വർക്ക്സിനെയും കാര്യങ്ങളെയും ഒക്കെ കാണാൻ പറ്റും. അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഫേമസ് ഇന്ത്യൻ പ്ലേ റൈറ്റ് ക്യാൻ ദ ഫോളോയിങ് പ്ലേസ് ബി ആട്രിബ്യൂട്ടഡ്? അതായത് ഈ പറയുന്ന 2-3 പ്ലേസ് പാൻഗ്ലാഗോഡ, ബാക്സി കബാർ, പ്രലാപ്. ഇത് PYQ ആണ്. ഇത് ഏത് പ്ലേ റൈറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്, ആരുടെ വർക്ക്സ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരുടെ വർക്കാണ്? 1 ഹബീബ് തൻവീർ, 2 ബാദൽ സർക്കാർ, 3 വിജയ് തെണ്ടുൽക്കർ, 4th വൺ കിരൺ നഗാർക്കർ. ഇതില് ആരുടെ വർക്ക്സ് ആണ് പാഗ്ലാഗോഡ, ബാക്സി കബാർ, പ്രലാപ്? ഈ 3 വർക്ക്സ്, 3 പ്ലേസ് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ ഇനി മറന്നു പോകരുത്. ഈ 3 വർക്ക്സും ബദൽ സർക്കാരിന്റെ വർക്കാണ് കേട്ടോ. ബദൽ സർക്കാരും അതുപോലെ ഹബീബ് തൻവീർ, ഇതൊക്കെ ഓർത്തിരിക്കുക. നമ്മൾ പ്ലേ റൈറ്റർ എന്ന് പറയുമ്പോൾ വിജയ് ടെണ്ടുൽക്കറേയും അതുപോലെ ഗിരീഷ് കർണാടിനെയും അസിഫ് കുരുമ്പോയെ മാത്രം, അല്ലെങ്കിൽ ആ റൈറ്റേഴ്സിനെ മാത്രം ഓർത്തിരുന്നാൽ പോരാ. ഇപ്പൊ നോക്കൂ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ റൈറ്റേഴ്സിനെയും ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർക്ക് ആണെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വർക്ക്സ് ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു കൂടുതൽ കണ്ടുവരുന്ന ഒരു ജനറൽ ട്രെൻഡിന് അനുസരിച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അതല്ലാതെ ഒരു റൈറ്ററുടെ വർക്ക്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ല എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഞാനാണല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർക്ക്സും മാക്സിമം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ പാഗ്ലാഗോഡ, ബാക്സി കബാർ, ലാബ്, ഈ 3 വർക്ക്സ് ആരുടെയാണ്? ബദൽ സർക്കാരിന്റെ വർക്ക്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഹബീബ് തൻവാറിനെയും ആസിഫ് കുരുമ്പോയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിരീഷ് കർണാട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പലവട്ടം പറഞ്ഞു. അപ്പോൾ ഈ ഡ്രാമ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന റൈറ്റേഴ്സിനെ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സെഷൻ. ഇതില് നമ്മുടെ മുൽക്രാജ് ആനന്ദിന്റെ ഏരിയ നിങ്ങൾക്ക് നോട്ടായിട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും എക്സ്ട്രാ പറയണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ? ഈ ഒരു ടൈം നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങളുടെ ടൈമാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? സോ ഇനി മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് എക്സാമിനോട് അടുത്ത സമയത്ത് അങ്ങനെ റഷ് ആക്കാതെ മാക്സിമം നിങ്ങൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുമ്പോൾ ഇനിയും അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിലോട്ട് സ്റ്റിക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സോഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചൂസ് ചെയ്തിട്ട് ഓരോ ഏരിയയും അത് വെച്ച് കഴിയുന്ന പോലെ വർക്ക് ചെയ്യുക. ഓക്കെ, വളരെ കൂളായിട്ട് എക്സാമിനെ സമീപിക്കുക. ഈസി ആയിരിക്കും. സോ എന്തെങ്കിലും
കമന്റ്സോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും? PYQ ടൈം വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ആപ്പിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അത് ആ രീതിയിൽ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തായാലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. ഒരു വട്ടമെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കുക. ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ അപ്പോഴായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് മനസ്സിലാവുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല. ആ ഒരു ടൈമിന്റെ ആ ഒരു ബൗണ്ടറി വരുന്ന സമയത്ത് നമ്മളുടെ തോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനേജ് ചെയ്യുന്ന രീതി ചിലപ്പോൾ ഡിഫറെന്റ് ആയേക്കാം. അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എന്ന് വെച്ച് വളരെ പ്രഷറുള്ള എക്സാം എഴുതണം എന്നല്ല, വളരെ കൂളായിട്ട് എഴുതി നോക്കുക. ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ PYQ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. അതായത് ഫോം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടെത്താവുന്ന അല്ലെങ്കിൽ ആൻസർ കണ്ടെത്താവുന്നത്, അത് മാക്സിമം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്നുകിൽ നേരത്തെ ചെയ്യാം, അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സമയമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ആ രീതിയിലൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് മാക്സിമം അത് പറ്റുന്ന രീതിയിൽ PYQ സമയം വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ കേട്ട ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് റീകോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.